ഇതാണ് എൻ്റെ കൊട്ടാരം. കാവ് കെട്ടിയ വീടാണ്. ആൾക്കാരൊക്കെ പറയണ ഞാൻ കള്ളത്തരം പറഞ്ഞുകൊണ്ടാണ് ഇരിക്കണേന്ന്. ഞാൻ എനിക്കൊരു കള്ളത്തരം പറയേണ്ട കാര്യമില്ല. ഇതാണ് ഞാൻ കിടക്കണ വീട്. ഇവിടെ എൻ്റെ മൂത്ത മോളും ഇളയ കൊച്ചും ഇളയ മോളുമാണ് ഈ കട്ടിൽ കിടന്നുകൊണ്ടിരുന്നത്. ഇവിടെ മോനും മോളെ മൂത്ത കൊച്ചും കൂടെയാണ് ഈ കട്ടിൽ കിടക്കണം. ഞാൻ കിടക്കണേന്ന് പറഞ്ഞാൽ അത് ഇത്രയുള്ളൊരു സ്ഥലത്തായിരുന്നു. പക്ഷേ ഇവിടെ ഇഴയന്തുകൾ വന്ന് കയറും മഴ പെയ്യുമ്പോഴും. ഇപ്പം ചൂടും കൂടെ ആയതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ. വലിയ ആരെങ്കിലും വന്ന് തൊട്ടാൽ മതി, അപ്പോഴും ഒടിഞ്ഞ് വീഴും. ആ ഒരു വെള്ളത്തിൽ പിന്നെ എന്തരാ ഒരു ഇതുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ചോരും ഇവിടെയൊക്കെ ചോരും, നിന്ന് ചോരും. പിന്നെ കിടക്കണ അവിടെയൊക്കെ ചോരും. ഒരു ഡ്രസ്സൊന്നും മാറാനൊന്നും നോക്കൂല. കാരണം ഒന്ന് മാറണമെങ്കിൽ തന്നെ ഈ അങ്ങ് വെളിയിറങ്ങി പോകണം. എനിക്ക് കുളിക്കണേനൊന്നും കുഴപ്പമില്ല, ഞാൻ പ്രായമൊക്കെ ആയതല്ലേ. പക്ഷെ അതേപോലെ അല്ലല്ലോ പെൺകൊച്ചുങ്ങളൊക്കെ കുളിക്കണത്. എനിക്ക് പഞ്ചായത്ത് നിന്ന് കിട്ടിയ വീടാണ് 4 ലക്ഷത്തിൻ്റെ. പക്ഷെ എല്ലാം എനിക്ക് താഴെ ചായക്കട മോഹനൻ്റെ ആ കടയിൽ അവിടെയാണ് സാധനങ്ങളെല്ലാം കൊണ്ടിറക്കണം. ഇറക്കി അവിടെ നിന്ന് ചെമന്നിഞ്ഞ് കയറ്റണത് തന്നെ 10-18 പേര് നിൽക്കണം. ഒരാൾക്ക് 1000 രൂപ വെച്ചാണ് കൂലി കൊടുക്കാനുള്ളത്. പിന്നെ ഞാൻ ചെറിയ ലോണുകളൊക്കെ എടുത്ത് ആണ് ഞാൻ അന്ന് ഇതൊക്കെ ചെയ്തത്. നമുക്ക് വണ്ടിയൊന്നും വേണ്ട, നമ്മളെ വീട്ടിനകത്ത് വണ്ടിയും കയറണ്ട. പക്ഷേ ഒരാൾ വയ്യാതായിപ്പോയാൽ ഇത്തിരി എടുത്തുകൊണ്ട് റോട്ടിലെത്തിക്കാൻ. ഈ കുന്നിൻ്റെ മണ്ടയിൽ എത്ര കൊച്ചുങ്ങളാണെന്നോ ഇറങ്ങി പോകുമ്പോൾ വീഴുന്നിറങ്ങി പോണേന്നറിയാമോ? ഒരു വോട്ടുകാരും വോട്ട് ചോദിച്ച് ഇങ്ങോട്ട് കയറി വരരുത്. എന്തിനു വരണത്? ഈ തട ഇങ്ങനെ കിടന്ന് ഞങ്ങൾ കിടക്കണം, കുറച്ച് കഷ്ടപ്പെട്ട് ആളുകൾ ഇവിടെ കിടക്കണം, കുറച്ചെണ്ണം കിടക്കണം. വോട്ടിന് വേണ്ടി മാത്രം എന്തിനു ഇവർ കയറി വരണം നമ്മളെ? ഈ അമ്മയ്ക്ക് ഇന്ന് ആവശ്യം മക്കളോടൊപ്പം സുരക്ഷിതമായി കിടന്നുറങ്ങാൻ ഒരു വീടാണ്. ആ വീട്ടിലേക്കുള്ള വഴിയും. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.